ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊച്ചിയിലേക്കാണ്. കൊച്ചി ഒരു വ്യാപാര കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. എങ്കിൽ പോലും നമ്മൾ അറിയാത്ത ഒരുപാട് നന്മ നിറഞ്ഞ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ യാത്ര കൊച്ചിയിലേക്ക്. ചാലക്കുടിയിൽ നിന്നും യാത്ര തുടങ്ങിയാൽ അങ്കമാലി, ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ യാത്രയിൽ നമ്മൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. യാത്ര ചെയ്യുന്നവരുടെ മധ്യസ്ഥയായി അറിയപ്പെടുന്ന വല്ലാർപാടത്തമ്മ. ഇതാണ് ഗോശ്രീ പാലം. ഈ പാലം വരുന്നതിന് മുമ്പേ ഇവിടെ നിന്നും ജനങ്ങൾ യാത്ര ചെയ്തിരുന്നത് ബോട്ടിലും വഞ്ചികളിലുമൊക്കെ ആയിരുന്നു. ഈ പാലം വന്നതിന് ശേഷം വല്ലാർപാടത്തേക്കും എറണാകുളത്തെ ചെറുദ്വീപ് സമൂഹങ്ങളിലേക്കുമൊക്കെ യാത്ര സുഗമമായി. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ വല്ലാർപാടം പള്ളിക്ക് മുന്നിലാണ്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. എന്നാൽ കേരള സർക്കാർ അംഗീകരിച്ച ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് പള്ളിക്കുള്ളിലേക്ക് പോകാം. ചേച്ചിയുടെ പേരെന്താണ്? പേര് അഡ്വക്കേറ്റ് എൽസി ജോർജ്. ചേച്ചി, ഇത് ഒരു നേർച്ചയാണ്. നേർച്ചയാണത്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ചരിത്രം ഉണ്ടോ? ഉണ്ട്. ചൂലും കൊണ്ടുള്ള ഒരു നേർച്ചയാണ് ആദ്യമായിട്ട് കാണുക. എന്താണ് ഈ ചൂലും കൊണ്ടുള്ള ഒരു നേർച്ച? അതിന്റെ കഥയൊന്ന് പറയോ? അത് 1752 പള്ളിയില് മീനാക്ഷിയമ്മ എന്ന് പറഞ്ഞ നായർ സ്ത്രീയും അതിന്റെ കുഞ്ഞും കൂടെ സാധാരണയായിട്ട് വഞ്ചിയിൽ യാത്ര ചെയ്താണ് അവർ മട്ടാഞ്ചേരിയിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ്റും കോളുള്ള ഒരു ദിവസമായിരുന്നു അത്. അപ്പൊ ആ വല്ലാർപാടത്ത് നിന്നിട്ടാണ് അങ്ങോട്ട് യാത്ര ചെയ്തത്. ആ സമയത്ത് ഈ കാറ്റിലും കോളിലും പെട്ട് വഞ്ചി മറിഞ്ഞു. വഞ്ചി മറിഞ്ഞു കഴിഞ്ഞിട്ട് ആ സമയത്ത് ആ വഞ്ചിയിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ മരിച്ചുപോയി എന്നാണ് എല്ലാവരും കരുതിയത്. ഈ അമ്മയും കുഞ്ഞും മരിച്ചിട്ടില്ല എന്ന് നമ്മുടെ പള്ളിയിലെ വികാരിയച്ഛന് സ്വപ്നത്തിലൂടെ മാതാവ് അറിയിച്ചു. പക്ഷേ അതനുസരിച്ച് വല വീശി, വലിയ കണ്ണുള്ള വലയുണ്ട്, ആ വല കൊണ്ട് അവിടെ ചെന്ന് വീശുകയും നോക്കിയപ്പോൾ ഈ കുറെ മത്സ്യങ്ങളെ അല്ലാതെ ഈ ആളുകളെ ആരെയും കിട്ടിയില്ല. പക്ഷേ അടുത്ത ദിവസവും 3 ദിവസമായപ്പോഴും അച്ഛന് ഇത് തന്നെ സ്വപ്നം കാണുകയാണ്. വീണ്ടും സ്വപ്നം കണ്ടു. മാതാവിന്റെ അത്ഭുതമാണത്. മാതാവിൽ ഒത്തിരി വിശ്വസിക്കുന്നവരാണ് അവർ. വഞ്ചി മറിഞ്ഞപ്പോൾ ഈ അമ്മ എന്റെ വല്ലാർപാടത്തമ്മേ എന്ന് വിളിച്ചതുകൊണ്ടാണ് മാതാവ് രക്ഷിച്ചതെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അച്ഛൻ 3ാമത്തെ ദിവസവും ഇതുപോലെ തന്നെ സ്വപ്നത്തിൽ ദർശനം കിട്ടിയതനുസരിച്ച് രാത്രിയിൽ പള്ളിയിൽ മണിയടിക്കുകയും ആളുകളെല്ലാവരും കൂടെ ഒരുമിച്ച് ഓടിക്കൂടി ഈ കടലിൽ ചെന്ന് വലയെറിയുകയും ചെയ്തു. അവിടെ വെച്ച് ഈ അമ്മയും കുഞ്ഞും ആ വലയിലുണ്ടായിരുന്നു ജീവനോടെ. 3 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് ജീവനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നും അവര് പിന്നെ പോകുന്നത് വല്ലാർപാടം പള്ളിയിലേക്കാണ്. നമ്മുടെ ഈ പള്ളിയിലേക്കാണ് വന്നത്. ഇവിടെ വന്നിട്ട് അവരിവിടെ വല്ലാർപാടത്തമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ഇവിടുത്തെ അടിമകളായിട്ട് അവർ മരിക്കുമ്പോൾ ഇവിടെ തന്നെയാണ് ജീവിച്ചത്. അങ്ങനെ ഈ അമ്മ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടത്തെ അടിമയായി തന്നെ ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മുറ്റമെല്ലാനും വൃത്തിയാക്കുകയും മുറ്റം അടിച്ചു തൂക്കുകയും ചെയ്തു. അപ്പോൾ ജനങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും മനുഷ്യന്റെ ആത്മാവിലുള്ള മാലിന്യങ്ങൾ, ശാരീരികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ മാലിന്യങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യുന്നത് തൂത്ത് വൃത്തിയാക്കിക്കൊണ്ട് അതിനേട് ആ ഒരു ഐതിഹ്യം അനുകരിച്ചുകൊണ്ട് ഇന്നും ജനങ്ങൾ ഈ നേർച്ച പിന്തുടർന്ന് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ വല്ലാർപാടത്തമ്മയുടെ ചിത്രത്തില് ഈ മീനാക്ഷിയമ്മയെയും കുഞ്ഞിനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തി. പള്ളിയിൽ കണ്ട ചിത്രം അമ്മയും കുഞ്ഞും, അതാണ് മീനാക്ഷിയമ്മയും കുഞ്ഞും ആ ചിത്രത്തിൽ വരാനുണ്ടായ കാരണം. ഇന്നും ജനങ്ങൾ ഒത്തിരി ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും വന്നിട്ട് ഇവിടെ വന്ന് മുറ്റം വൃത്തിയാക്കുകയും അങ്ങനെ അടിമകളായിട്ട് ഇന്നും മാതാവിനോട് ആ ഭക്തിയും വിശ്വാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈശോ സ്വീകരിക്കട്ടെ. അച്ഛൻ, ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം അച്ഛൻ ഒരുപാട് പിള്ളേരെയൊക്കെ അടിമ കഴിക്കുന്നതും അനുഗ്രഹം കൊടുക്കുന്നതൊക്കെ കണ്ടു. ഈ ഒരുപാട് കുട്ടികൾക്കൊക്കെ ബ്ലെസ്സിങ് കൊടുത്തിട്ടുള്ള അച്ഛൻ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഞാനിവിടെ വരുന്നത് നെട്ടൂർ എന്ന് പറഞ്ഞ പള്ളിയിൽ നിന്നാണ്. അവിടെ ഒരു ആക്സിഡന്റ് ഒക്കെ ആയിട്ട് സാധാരണ രീതിയിലല്ല, ഇവിടെ ഒരു സർവീസിനൊരു അച്ഛന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഫുൾ ടൈം ഇവിടെ പ്രാർത്ഥിക്കാനും കാര്യങ്ങൾ. അപ്പോൾ എനിക്കാണെങ്കിൽ കാലിന് ആക്സിഡന്റ് ആയിട്ട് ലിഗ്മെന്റ് ഫ്രാക്ചർ ആയിട്ടിരിക്കണം. അധികം മൂവ്മെന്റ്സ് ഒന്നും പറ്റില്ല, വേറെ പള്ളിയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ പിതാവ് പറഞ്ഞു ഇവിടെ തന്നെ അച്ഛനിരുന്ന ആൾക്കാരെ, ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അടിമാലിക്കുക മുഴുവൻ സമയമാകും. കാരണം കാലിനും പാടില്ല. എനിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വേറൊരു പള്ളി ഏൽപ്പിച്ചാൽ ഓടി കടന്ന് ചിലപ്പോൾ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ പള്ളിയിൽ വന്നു. പക്ഷെ ഇതിനിടയിൽ എനിക്കൊരു പനി വന്നു. ഒരു പനി വന്നിട്ട് എൻ്റെ ത്രോട്ട് ഇൻഫെക്ഷൻ ആദ്യം 1 മാസം നീണ്ടു നിന്ന പനിയായിരുന്നു. അത് മാറിയില്ല, വിട്ടുമാറാത്തൊരു പനിയായിട്ട് വന്നു. അങ്ങനെ ഈ പനിയുടെ ഭാഗമായിട്ട് സാധാരണ പനി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇൻഫെക്റ്റ് ചെയ്യണം. എൻ്റെ ത്രോട്ടിനായിരുന്നു പ്രശ്നം. അങ്ങനെ എൻ്റെ ശബ്ദം മുഴുവനായിട്ട് പോയി. 1 മാസം ഞാൻ ഹോസ്പിറ്റലിലായിട്ടുണ്ടായിരുന്നു. സംസാരിക്കാനും പറ്റില്ല. മുഴുവനായിട്ട് എൻ്റെ ശബ്ദം പോയി. ഞാൻ ഒരുപാട് ടെസ്റ്റുകൾ നടത്തി. ഇവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മിണ്ടാതെ അടിമ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ സൗണ്ട് ശരിയാവുന്നില്ല എന്ന് ഞാനെപ്പോഴും കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാരണം ഒരുപാട് പേര് അനുഗ്രഹം മേടിച്ചു പോകുന്നുണ്ട്, പക്ഷെ എനിക്കെന്തുകൊണ്ട് കിട്ടുന്നില്ല. ഇതായിരുന്നു എൻ്റെ ഒരു പരാതി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ വരുന്ന ആൾക്കാരെല്ലാവരും അച്ഛനും പ്രാർത്ഥിക്കുക, അച്ഛൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. വല്ലാർപാടത്തമ്മ അച്ഛന് സൗഖ്യം തരും, അച്ഛൻ ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകളൊക്കെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയും. അതിനുശേഷം ഞാൻ ഈ മെഡിക്കൽ ടെസ്റ്റ് പോയപ്പോൾ അവർ പറയും ക്യാൻസർ പോലെ സംഭവമാണ്, അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം. ഈ ഒരു നോഡ്യൂൾസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ നോർമലായിട്ട് അച്ഛന് സംസാരിക്കുന്നുള്ളൂ, അച്ഛൻ്റെ പഴയ സംസാരം കിട്ടുകയുള്ളൂ. അങ്ങനെ പറ്റാവുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലെപ്പോഴും വേദന. ഒരു കുർബാന അർപ്പിക്കാൻ പറ്റുന്നില്ല. ഒരു വൈദികനായിട്ട് 1 കൊല്ലം തികയുന്നതിന് മുമ്പാണ് ഈ സംഭവം. ഒരു കുർബാന ഈ പള്ളിയിൽ അർപ്പിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും സഹകാർമ്മികനായിട്ട് സൈഡിൽ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് പ്രസംഗം പറയാൻ പറ്റുന്നില്ല. അതുപോലെ ആരെങ്കിലും ഒന്നെന്തെങ്കിലും ചോദിച്ചാൽ അവർക്കും ഒന്നും ആശ്വസിപ്പിക്കാനോ ഒരു നല്ല കാര്യം പറയാനോ പറ്റുന്നില്ല. അങ്ങനെ ഞാനൊരു സ്ലേറ്റൊക്കെ വെച്ച് അതിലായിരുന്നു എഴുതിക്കാൻ. ഇവിടെ സംസാരിപ്പിക്കാനുള്ള അച്ഛൻ കുറച്ച് കഴിയുമ്പോൾ വരും എന്ന് പറഞ്ഞ് വേറൊരു അച്ഛനെ വിളിച്ചിട്ട് വരും, എഴുതി കാണിക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഇവിടെയുള്ളൊരു ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ഇവിടെ ഈ ടവറിൽ നിൽക്കുന്നത്. പള്ളിയുടെ മരിയൻ ടവർ ഉണ്ടല്ലോ, അതിന് മുകളിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ചേട്ടനോട് ലിഫ്റ്റിൽ മുകളിൽ കയറി പോകും. അപ്പോൾ അവിടെ ചെന്നിട്ട് ചേട്ടൻ എനിക്ക് അപ്പോൾ ഡോക്ടർമാർ തന്നേക്കുന്നത് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ വോയിസ് റെസ്റ്റിനെ കുറിച്ചാണ്. അതായത് സംസാരിക്കാനേ പാടില്ല, ഒന്നും മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്. അങ്ങനെയാണ് ഡോക്ടർമാർ തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോഴാണ് ഈ ചേട്ടൻ പറയുന്നത് അച്ഛൻ അവിടെ മുകളിൽ വന്ന് സ്തുതിക്കുക, ഹല്ലേലൂയ എന്ന് പറ, ഹല്ലേലൂയ അച്ഛ പറ, ഹല്ലേലൂയ പറ അച്ഛ, ഹല്ലേലൂയ എന്ന് പറ. എന്നിട്ട് പിന്നെ എഫാത്ത എന്ന് പറ, തുറക്കപ്പെടട്ടെ അങ്ങനെ പറയാം. അപ്പം മുകളിൽ ആ ടവറിന് മുകളിൽ നിന്ന് വോയിസ് വരത്തില്ല. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമം, ദേഷ്യവും മനസ്സിൽ ചിലപ്പോഴൊക്കെ വരും. എന്തുകൊണ്ട് എനിക്ക് വേണ്ടിയില്ല. പക്ഷേ ഈ ടവറിന് മുകളിലോട്ട് ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ഒപ്പം ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാ ദിവസവും രാത്രി അവിടെ പോയിട്ട് മിനിസ്ട്രി ചെയ്യുമ്പോൾ നമ്മുടെ അടിമഴിക്കലൊക്കെ കഴിഞ്ഞ് മുകളിൽ പോയിട്ട് സ്തുതിക്കും. ആ മരുന്നുകൾ മാറ്റി വെച്ചിട്ട് കിണറിൽ നിന്നൊക്കെ വെള്ളം കുടിക്കാൻ പറഞ്ഞു. ആ വെള്ളം കിണറ്റിലെ വെള്ളം കുടിച്ചു. അപ്പോൾ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ശബ്ദമാകേണ്ടവന്. പക്ഷേ ശബ്ദമോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ? അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നഷ്ടപ്പെട്ട പോലെയായിരുന്നു. പക്ഷെ എനിക്ക് ദൈവം തിരിച്ചു തന്നു. കരഞ്ഞുപോയി ഞാൻ. ഫസ്റ്റത്തെ എനിക്ക് സന്തോഷം കൊണ്ട് ദൈവത്തിലെ ആശ്രയിക്കാനും അതുപോലെ പൂർണ്ണമായിട്ട് മാതാവിൽ വിശ്വസിച്ചാൽ എൻ്റെ കാര്യം ശരിയാക്കിയതുപോലെ മറ്റുള്ളവരുടെ കാര്യം ശരിയാക്കുന്ന ഒരു ബോധ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പുണ്യഭൂമി
ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഈ പാലിയത്തച്ഛൻ ശരിക്കും ആരാണ്? നമ്മുടെ നാട്ടിലെ രാജഭരണം നിലവിൽ നിന്നിരുന്ന സാഹചര്യത്തിലെ കൊച്ചി മഹാരാജാവിന്റെ മുഖ്യമന്ത്രിയായിരുന്നു പാലിയത്തച്ഛൻ. അങ്ങനെയാണെങ്കിൽ പാലിയത്തച്ഛനും വല്ലാർപാടത്തമ്മയും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് പറയാമോ? ശരി, പറയാം. വരൂ. 1676 പോർച്ചുഗീസുകാർ സ്ഥാപിച്ച പഴയ ദേവാലയം അന്നത്തെ മലവെള്ളപ്പാച്ചിലിൽ ഒഴിച്ചുപോയി. അന്ന് ആ പള്ളിയെ സ്ഥാപിച്ചിരുന്നിരുന്ന പരിസമാതാവിന്റെ ചിത്രവും മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. ആ ചിത്രം വീണ്ടെടുക്കുന്നത് ഈ പാലിയത്തെ രാമൻ മേനോൻ വലിയച്ഛനാണ്. അദ്ദേഹം പാലിയത്തിലെ കൊടുങ്ങല്ലൂരേക്ക് വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ചിത്രം ഇങ്ങനെ പുഴയിൽ ഒഴുകി നടക്കുന്നത് കാണുകയും അങ്ങനെ ആ ചിത്രം വീണ്ടെടുത്ത് തദ്ദേശവാസികൾക്ക് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അതുകൂടാതെ തന്നെ അദ്ദേഹം പാലിയത്ത് കുടുംബാംഗങ്ങളുടെ സ്വത്തായ കുറെ ഭൂമി കരമൊഴിവായിട്ട് പുതിയൊരു ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അധികാരികളെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പാലിയത്ത് രാമൻ മേനോൻ വലിയച്ഛനും വല്ലാർപാടവും തമ്മിലുള്ള ബന്ധം സ്ഥാപിതമാകുന്നത്. അങ്ങനെയാണ് ഈ പള്ളി സ്ഥാപിതം. അതെ അതെ അതെ. പുതിയ ദേവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി പാലിയം കുടുംബത്തിൽ നിന്നും സൗജന്യമായി ഭൂമി നൽകിയതിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നൽകിയ 2 കിടാവിളക്കുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ കിടാവിളക്കിൽ ഉപയോഗിക്കുവാനുള്ള എണ്ണ അന്നു മുതൽ ഇന്നേ വരെ പാലിയം കുടുംബത്തിൽ നിന്നും എല്ലാ വർഷവും ഇവിടെ കൊണ്ടുവന്ന് ദേവാലയത്തിലെ വൈദികരെ ഏൽപ്പിക്കുകയാണ് പതിവ്. ചേട്ടാ, ചേട്ടൻ ഈ പള്ളിയിലെ കപ്പ്യാരാണല്ലേ? ഞാൻ ഈ പള്ളിയിലെ കപ്പ്യാരാണ്. ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് സേവിയർ റോയ് എന്നാണ്. സേവിയറേട്ടൻ ഈ പള്ളിയിൽ വരുന്ന ഒരുപാട് തീർത്ഥാടകരെയൊക്കെ കാണുന്നതായിരിക്കും അല്ലെ? ഞാൻ ഒത്തിരി പേരെ കാണാറുണ്ട്. ഒരുപാട് അത്ഭുതങ്ങളൊക്കെ ഈ പള്ളിയിൽ നടന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായും. ഈ അടുത്ത് നടന്ന ഏതെങ്കിലും ഒരു അത്ഭുതത്തെ പറ്റി ചേട്ടനൊന്ന് വിവരിക്കാമോ? പറയാം. കഴിഞ്ഞ ഫെബ്രുവരി മാസം ആദ്യ വാരത്തില്, ഈ വർഷമാണോ? ഈ വർഷം ഫെബ്രുവരി ആദ്യ വാരത്തില് ഒരു അമ്മ ആ കസേരമേലെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രംഗം ഞാൻ കണ്ടു. അപ്പോ ഞാൻ അവരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് ചോദിച്ചു, എന്താണ് ഇവിടെ ഇരുന്ന് കരയുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവര് പറഞ്ഞത് അവരുടെ കുഞ്ഞിന് 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും രോഗം മൂലമാണ്? അവർക്ക് ഒരു പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളാണ്, 3 പെൺകുട്ടികളാണ്. അതിലൊരു കുഞ്ഞിനാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, അടുത്തതിന്റെ കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കണ്ണിൽ നിന്ന് ചോര വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അവർക്ക് ഭയങ്കര വിഷമം. അതാണ് അവർ ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, പള്ളിയുടെ ആൾക്കാരുടെ അകത്ത് വന്നിരുന്ന് മാതാവിന്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അവരോട് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അവര് എന്നോടൊപ്പം ആൾക്കാരുടെ ഉള്ളിലേക്ക് വന്നു. അവര് ഇവിടെ വന്ന് മാതാവിന്റെ അടുക്കല് മുട്ടിപ്പായിട്ടിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവിടെ ഇരുന്ന് ഇവിടെ വന്നിരുന്ന അവര് കുറെ സമയം മാതാവിന്റെ അടുക്കലിരുന്ന് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അടുത്ത ശനിയാഴ്ച ആ കുഞ്ഞിനെയും കൂട്ടി ഇവിടെ വരാൻ പറഞ്ഞു. അവരാ കുഞ്ഞിനെ കൊണ്ടുവന്ന് മാതാവിന്റെ ഇവിടെ കിടത്തി അവര് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ കുഞ്ഞിന് ഡോക്ടർമാർ ഒരു ഓപ്പറേഷൻ പറഞ്ഞിരുന്നു ഫെബ്രുവരി 28 അപ്പം അവർ ഈ പ്രാർത്ഥനയും കഴിഞ്ഞ് പോയി ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, കുഞ്ഞിന്റെ കാഴ്ച കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോ രോഗം തീർത്തും ഭേദമായി തന്നെയാണല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആ കൊച്ചിന് പൂർണ്ണമായും കാഴ്ച ലഭിച്ചു തുടങ്ങി എന്ന് ഡോക്ടർമാർ പറഞ്ഞത് എനിക്ക് മാതാവിന്റെ അടുക്കൽ അവർ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഒരു അത്ഭുത സംഭവമായിട്ട് എനിക്കത് കാണുവാൻ സാധിച്ചു. അതിനുശേഷം അവരോട് വീണ്ടും ഒരു ശനിയാഴ്ച കൂടി ഇവിടെ കുഞ്ഞിനെയായിട്ട് വരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവര് 3 കുഞ്ഞുങ്ങളായിട്ട് വന്നിരുന്നു. അപ്പൊ ആ കുഞ്ഞ് എന്നെ നോക്കി കൈപൊക്കി കാണിക്കുകയും ടാറ്റ പറയുകയൊക്കെ ചെയ്തു. അതിന്റെ അർത്ഥം ആ കുഞ്ഞിന് കാഴ്ച കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഇതായിരുന്നു. എത്ര വയസ്സുള്ള കുട്ടികളാണ്? അതിന് 3 വയസ്സ് ആവുന്നതേ ഉള്ളൂ.
വല്ലാർപാടം പള്ളി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് കേരള സർക്കാർ അംഗീകരിച്ച ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കണ്ടു. അതിന്റെ കൂടെ തന്നെ ഇതൊരു വലിയ തീർത്ഥാടന കേന്ദ്രവുമാണ്. 1951 ഭാരത സർക്കാർ ഇതൊരു ടൂറിസ്റ്റ് സെന്ററായിട്ട് പ്രഖ്യാപിച്ചത്. ഇവിടെ തീർത്ഥാടകർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരുപാട് ആൾക്കാർ നാനാഭാഗത്തു നിന്നും ഇത് കേട്ടറിഞ്ഞ് വരുമല്ലോ. പ്രധാനമായിട്ടും ഇത് ഒരു റിലീജിയസ് കേന്ദ്രമായിട്ടാണ് വികസിച്ചു വന്നത്. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെ മനുഷ്യന്റെ ദൈവത്തിന്റെ ഇടപെടൽ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ഇവിടെ വരിക സ്വാഭാവികമാണ്. ഒന്ന് ക്യൂരിയോസിറ്റി കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ വിശ്വാസം കൊണ്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകാം. ഇതൊരു പ്രകൃതി രമണീയത പ്രത്യേകിച്ചും കടലിനോട് ചേർന്നിട്ടുള്ളതാണ്. ഒരു ഐലൻഡാണ്. പഴയ കാലത്ത് ഇപ്പോൾ അടുത്ത കാലത്താണ് ഇത്തരം വികസനം ഉണ്ടായത്. ഈ 3 ഗോശ്രീ പാലങ്ങൾ വന്ന ചരിത്രം അറിയല്ല. അതോടെയും ഇവിടെ ബോട്ടിനാണ് ആൾക്കാർ വന്നിരുന്നത്. അത് നിറയെ വളരെ റിസ്ക് ആയിരുന്നു. എറണാകുളത്ത് നിന്ന് വരുമ്പോൾ കൊണ്ട് അപകടം ഒരുപാട് സാധ്യമുള്ള, പക്ഷെ എങ്കിൽ പോലും വിശ്വാസപീഡിതരായിട്ട് ആളുകൾ ഇവിടെ വന്നിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഇതിന് വളരെ പ്രസക്തിയായിട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് തീർത്ഥാടന കേന്ദ്രമായിട്ടും അതുപോലെ തന്നെ ടൂറിസ്റ്റ് സെന്ററുമായിട്ട് ഇത് മാറിക്കൊണ്ടിരുന്നു. അച്ഛാ, ഇപ്പൊ ഈ വല്ലാർപാടം പള്ളി ബസിലിക്കയായിട്ട് ഉയർത്തിയിട്ടുണ്ടല്ലോ. അപ്പോ മറ്റുള്ള പള്ളികളെ അപേക്ഷിച്ച് ബസിലിക്കയ്ക്ക് കിട്ടുന്ന എന്തെങ്കിലും പ്രിവിലേജസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെങ്ങനെയായിരിക്കും ഒന്ന് പറയാം. അതായത് ഇവിടെ വരുന്ന തീർത്ഥാടകരുടെ ബാഹുല്യവും റിലീജിയസ് മെന്റാലിറ്റിയും പരിഗണിച്ചുകൊണ്ടാണ് ഒരു ദേവാലയത്തെ ബസിലിക്കയായിട്ട് ഉയർത്തുന്നത്. ഒത്തിരിയേറെ ഭക്തജനങ്ങൾ വരികയും പഴയ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കൊണ്ട് ഇതുപോലെ നിരന്തരമായിട്ട് ഒരുപാട് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം കിട്ടിക്കുന്ന ഒരു ദേവാലയമായിട്ട് ബോധ്യം അതിന്റെ പശ്ചാത്തലത്തിൽ കിട്ടുന്ന ഒരു പ്രത്യേകമായ സ്ഥാനമാണ് ബസിലിക്ക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് മേജർ ബസിലിക്ക, മൈനർ ബസിലിക്ക എന്ന് പറഞ്ഞ 2 കാറ്റഗറി ഉണ്ടെന്ന്. ഇതിന്റെ ഒരു വ്യത്യാസം എങ്ങനെയാണ്? അതായത് ഇപ്പൊ മേജർ ബസിലിക്ക റോമില് 4 ഉണ്ട്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, അവിടെയാണ് പരിശുദ്ധ മാർപ്പാപ്പ വസിക്കുന്നതും സെന്റ് പീറ്റേഴ്സിന്റെ ടൂമ്പുള്ളതും. അതിന്റെ മുകളിലാണ് ഈ ബസിലിക്ക പണിതിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു ദേവാലയമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ബസിലിക്ക മേജർ ഉള്ളത് റോമിൽ തന്നെയുള്ളത് സെന്റ് ജോൺ ലാട്രൻ. അത് മാർപ്പാപ്പയുടെ കത്തീഡ്രൽ ദേവാലയമാണ്. മദർ ഓഫ് ഓൾ ദി ചർച്ചസ് എന്ന് പറയും. അത് സെന്റ് ജോൺ ലാട്രൻ. അതുപോലെ തന്നെ മേരി മേജർ എന്നത് വേറൊരു വലിയ ബസിലിക്കയുണ്ട്. ഇതുപോലെ ഹ്യൂജ് വൺ, സോ മെനി പീപ്പിൾ കം ദേ. അതുപോലെ സെന്റ് പോൾസ് ഔട്ട്സൈഡ് ദ വാൾ എന്ന് 4. അങ്ങനെ 4 മേജർ ബസിലിക്കകളാണ് റോമിലുള്ളത്. പിന്നെ ഒത്തിരിയേറെ ബസിലിക്കകൾ മൈനർ ആയിട്ടുള്ളത് റോമിൽ തന്നെ ഉണ്ട്. അതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തും മൈനർ ബസിലിക്കാസ് അനുവദിച്ചു കൊടുക്കുന്നു. അപ്പൊ ജനങ്ങൾ വരുമ്പോൾ അതിന്റെ ബാഹുല്യം, പഴയ ചരിത്രം, ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ, ജനങ്ങളുടെ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ കൊണ്ട് അതിന്റെയൊക്കെ ഒരു മാനദണ്ഡമൊക്കെ ഉണ്ട്. റോമിന്റെ മാനദണ്ഡമുണ്ട്. അതിന് പ്രകാരമായിട്ട് ഇതിനെ ബസിലിക്കൽ ഉയർത്തുന്നു. അങ്ങനെയാണ് ഇത് 2004 ഡിസംബർ 1 ബസിലിക്കയായിട്ട് ഉയർത്തപ്പെട്ടത്. അച്ഛാ, ഈ പള്ളിയുടെ അൾത്താരയ്ക്ക് എന്തോ പ്രത്യേക പദവി കിട്ടിയിട്ടുള്ളതായി കേട്ടിട്ടുണ്ടല്ലോ. അത് പറയുന്നത് അൾത്താര് പ്രിവിലിയാത്തും ഇൻ പെർപെത്തും കോൺഷ്യസും. അതൊരു ലാറ്റിൻ വേർഡാണല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? അത് 1988 ലിയോ 13 മാർപ്പാപ്പ നമ്മുടെ ഈ ദേവാലയത്തിന് നൽകിയ പ്രത്യേക ഒരു അനുഗ്രഹമാണ്. അതായത് അൾത്താർ എന്ന് പറയുമ്പോൾ ബലിയർപ്പിക്കാനുള്ള പീഠമാണ്. മനുഷ്യ പാപങ്ങൾ പരിഹാരം ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാ ബലിക്കും വാല്യൂ ഉണ്ട്. പക്ഷെ ചില ആൾക്കാരുകളിൽ ബലിയർപ്പിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്നവർക്ക് കൂടുതൽ ദൈവത്തിന്റെ കൃപ, കാരുണ്യം, പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടി ഉള്ളൊരു ആനുകൂല്യമാണ് ഈ മാർപ്പാപ്പ നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും പാപമോചനമാണല്ലോ. ഇപ്പൊ പ്രത്യേകിച്ചും ഈ വർഷം നമുക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന അറിയാലോ അല്ലേ? എന്തിന്റെ കാരുണ്യത്തിന്റെ വർഷം, ദൈവത്തിന്റെ കരുണ വഴിഞ്ഞൊഴുകുന്നതാണ് ആൾക്കാര. അത് ബലിയർപ്പണത്തിലൂടെ പ്രധാനമായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ അർപ്പിക്കുന്ന ബലിക്ക് പ്രത്യേകമായിട്ടുള്ള കൃപാവരം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കും അർപ്പിക്കുന്നവരും ലഭിക്കും എന്നുള്ളൊരു പ്രത്യേക പ്രിവിലേജാണ്, ആനുകൂല്യമാണ് ഈ ലയോ മാർപ്പാപ്പ ഈ ദേവാലയത്തിന്റെ ആൾക്കാർക്ക് നൽകിയിരിക്കുന്നത്. അതാണ് ആൾക്കാരുടെ മുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പോർച്ചുഗീസുകാർ കൂടുതലും മാതൃഭക്തിയുള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ പള്ളിയും പോർച്ചുഗീസുകാർ പണിതല്ലേ? പോർച്ചുഗീസുകാർ വന്നപ്പോൾ സ്ഥാപിച്ച പരിശുദ്ധാത്മാവിന്റെ പേരുള്ള ഏക ദേവാലയമാണിത് ഈ ഹോൾ ഏഷ്യയിലെ. അതാണ് ചരിത്രം പറയുന്നത്. സാധാരണഗതിയിൽ പരിശുദ്ധാത്മാവിന്റെ പേരിൽ പള്ളികൾ ഉണ്ടാകാറില്ല. എന്താണെന്ന് അറിയാൻ മേല.
എന്നാലും ഇവിടെ ആദ്യമായിട്ട് ഈ പള്ളി സ്ഥാപിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പേരിലാണ് സ്ഥാപിച്ചത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇവർ കൊണ്ടുവന്ന ഒരു അത്ഭുത ചിത്രമാണ് മാതാവിന്റെ, അല്ല കാരുണ്യ മാതാവ് എന്ന് പറയും. അവരുടെ റാൻസ് എന്ന് പറയുന്ന അർത്ഥം തന്നെയാണ്. നിതരദ്രവ്യം, വിമോചകനാഥ, ഇതൊക്കെ സെയിം മീനിങ് ആണ്. അപ്പോ കർത്താവിനെ പോലെ തന്നെ നമ്മെ ലോകത്തെ മുഴുവനും പാപത്തിൽ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും കൊടുത്ത അതിനർത്ഥം. അപ്പൊ അതിനൊപ്പം നിന്നുകൊണ്ട് സഹകരിച്ചവളാണ് കന്യാമാതാവ്. അപ്പൊ അവരെ കൊണ്ടുവന്ന ഫോട്ടോ ആണ് ഇവിടെ ഇപ്പോഴത്തെ ആൾക്കാരിൽ തന്നെ പുറകിൽ കാണുന്ന പ്രധാനമായ ആ ഫോട്ടോ അവരോട് സ്ഥാപിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പേരിലാണ് പള്ളി എങ്കിൽ തന്നെയും മാതാവിന്റെ പ്രത്യേകമായ അത്ഭുതങ്ങൾ പിന്നീടൊക്കെ നടന്നു. ഈ മീനാക്ഷിയുടെ ചരിത്രം അതുപോലെയൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ ഇപ്പോഴും ഒത്തിരിയേറെ വിശ്വാസികൾക്ക് മാതാവിന്റെ കൃപാവരം പല തരത്തിലും കിട്ടിക്കൊണ്ടിരിക്കുന്നു, സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും പലതരത്തിലൊക്കെ. അപ്പൊ അതുകൊണ്ടുള്ള വിശ്വാസമാണ് ഇത്രയും ആൾക്കാരെ സ്ഥിരമായിട്ട് ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതും. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ആന്ധ്ര, തമിഴ്നാട്, ബോംബെ, അങ്ങനെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായിട്ട് തീർത്ഥാടകര് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. വളരെ പ്രസിദ്ധമായ ഒരു വേളാങ്കണ്ണി പോലെ ഇതിനുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വല്ലാർപാടം. കൊച്ചിയുടെ നന്മകളിൽ ഒരു പ്രതീകമായി നിലകൊള്ളുന്നു ഈ വല്ലാർപാടം പള്ളി. കൊച്ചിയുടെ നന്മകൾ ഇവിടെ തീരുന്നില്ല. വീണ്ടും അടുത്തയാഴ്ച കാണാം.